എവർക്കും PYQ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2012 നടന്ന കേരള PSC റിസർവ് കണ്ടക്ടർ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, പമ്പ നദിയുടെ തീരവുമായി ബന്ധമില്ലാത്ത പുണ്യക്ഷേത്രം. ഉത്തരം ഓപ്ഷൻ ബി, ചക്കുളത്തുകാവ് ക്ഷേത്രം. രണ്ടാമത്തെ ചോദ്യം, 1944 ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയ വ്യവസായികളിൽ പ്രമുഖൻ. ഉത്തരം ഓപ്ഷൻ ബി, ടാറ്റ. മൂന്നാമത്തെ ചോദ്യം, ആഡംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ. നാലാമത്തെ ചോദ്യം, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ, ഫൈസൽ അലി. അഞ്ചാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം, രക്തരഹിത വിപ്ലവം നടന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 1688. ഏഴാമത്തെ ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആൾ. ഉത്തരം ഓപ്ഷൻ ബി, ജോർജ് വാഷിങ്ടൺ. എട്ടാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, നോർവേ. ഒൻപതാമത്തെ ചോദ്യം, അന്തർദേശീയ വിദ്യാഭ്യാസ വർഷമായി ആചരിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, 1970. അന്തർദേശീയ വിദ്യാഭ്യാസ വർഷമായി ആചരിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, 1970. പത്താമത്തെ ചോദ്യം, കിരീടധാരിയായ ശിവജി സ്വീകരിച്ച പേര്. ഉത്തരം ഓപ്ഷൻ ഡി, ഛത്രപതി. 11ാമത്തെ ചോദ്യം, 1857 വിപ്ലവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി, VD സവർക്കർ. 12ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതം ആദ്യമായി നിയമിച്ച കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ, രാധാകൃഷ്ണൻ കമ്മീഷൻ. 13ാമത്തെ ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശിനിയല്ലാത്തയാൾ. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ട്രോസ്കിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശിയല്ലാത്തയാൾ. 14ാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്ത് ഭരണം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 73. 15ാമത്തെ ചോദ്യം, വിക്രമാം ദേവചരിതത്തിൻ്റെ കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി, ബിൽഹാന. 16ാമത്തെ ചോദ്യം, ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ. ഉത്തരം ഓപ്ഷൻ എ, മഹാവീരൻ. 17ാമത്തെ ചോദ്യം, എൻ്റെ ഗുരുനാഥൻ എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി, വള്ളത്തോൾ. 18ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ. ഉത്തരം ഓപ്ഷൻ സി, വാഗ്ബടാനന്ദൻ. 19ാമത്തെ ചോദ്യം, ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ എ, ജാർഖണ്ഡ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, 1951. 21ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 22ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദായക സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യൻ റെയിൽവേ. 23ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവ്. ഉത്തരം ഓപ്ഷൻ എ, ജി ശങ്കരക്കുറുപ്പ്. 24ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ, നെതർലാൻഡ്. 25ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി, ജനീവ. 26ാമത്തെ ചോദ്യം, തമി ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സന്യാസിമാർ. ഉത്തരം ഓപ്ഷൻ ബി, നായന്മാർ. 27ാമത്തെ ചോദ്യം, ആത്മീയ സഭയുടെ സ്ഥാപകൻ. ഉത്തരം ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ മർമ്മപ്രധാനമായ പങ്ക് വഹിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 29ാമത്തെ ചോദ്യം, മുഗൾ വാസ്തുശില്പത്തിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ഡി, ദിവാൻ ഇ കാസ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലൊരു സംസ്ഥാന നിയമസഭയിലേക്ക് പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി, തിരുക്കൊച്ചി ഇലക്ഷനാണ് ആദ്യമായി നടന്നത്. 31ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, കർണാടക.
32ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 33ാമത്തെ ചോദ്യം UN രക്ഷാസമിതിയിൽ വിലക്കധികാരം ഇല്ലാത്ത രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി ചൈന. 34ാമത്തെ ചോദ്യം സിന്ധു നദീതടത്തിൽ ചെമ്പുമഴു കണ്ടെത്തിയ സ്ഥലം. ഉത്തരം ഓപ്ഷൻ എ കാലി ബഗൻ. 35ാമത്തെ ചോദ്യം ഇന്ത്യ പാക് ബന്ധത്തിൽ ഏറ്റവും വലിയ കീറാമുട്ടി. ഉത്തരം ഓപ്ഷൻ എ കാശ്മീർ. 36ാമത്തെ ചോദ്യം ഇന്ത്യയിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഉത്തരം ഓപ്ഷൻ സി 1975. 37ാമത്തെ ചോദ്യം സമുദ്രഗുപ്തൻ്റെ അപരനാമം. ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ നെപ്പോളിയൻ. 38ാമത്തെ ചോദ്യം ശകവർഷം ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി AD 78. 39ാമത്തെ ചോദ്യം ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത്. ഉത്തരം ഓപ്ഷൻ സി ഉധം സിംഗ്. 40ാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം. ഉത്തരം ഓപ്ഷൻ ഡി 25. 41ാമത്തെ ചോദ്യം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. ഉത്തരം ഓപ്ഷൻ എ ജയസിംഹനാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. 42ാമത്തെ ചോദ്യം ഹാരപ്പയിലെ ഒരു തുറമുഖം. ഉത്തരം ഓപ്ഷൻ ഡി ലോഥൽ. 43ാമത്തെ ചോദ്യം കാലാപാനി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. ഉത്തരം ഓപ്ഷൻ സി പ്രിയദർശൻ. 44ാമത്തെ ചോദ്യം 1937 തിരഞ്ഞെടുപ്പിലൂടെ മദ്രാസിലെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നയാൾ. ഉത്തരം ഓപ്ഷൻ എ സി രാജഗോപാലാചാരി. 45ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിൻ്റെ അടിസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ 82.5 കിലോമീറ്റർ. 82.5 കിക്ക്. 46ാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ അളവിൽ ലഭ്യമാവുന്ന ഫോസിൽ ഇന്ധനം. ഉത്തരം ഓപ്ഷൻ സി പ്രകൃതിവാതകം. 47ാമത്തെ ചോദ്യം ഒന്നാം വർഗ ഉത്തോലകത്തിൽ. ഉത്തരം ഓപ്ഷൻ ബി ദാരം യജ്ഞത്തിലും രോധത്തിനും ഇടയിലായിരിക്കും. ഒന്നാം വർഗ ഉത്തോലകത്തിൽ ദാരം യജ്ഞത്തിലും രോധത്തിലും ഇടയിലായിരിക്കും. 48ാമത്തെ ചോദ്യം 3 മിനിറ്റ് സമയം 20 കൂളോം ചാർജ് സർക്യൂട്ടിലൂടെ പ്രവഹിച്ചാൽ പ്രവാഹ തീവ്രത ഡാഷ് ആംപിയർ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി 150/20. 49ാമത്തെ ചോദ്യം ഭൗതിക വസ്തുക്കൾ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഉത്തരം ഓപ്ഷൻ സി കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. 50ാമത്തെ ചോദ്യം പച്ച, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് ഡാഷ് നിറമുണ്ടാകുന്നു. ഉത്തരം ഓപ്ഷൻ എ വെളുപ്പ് നിറമുണ്ടാകുന്നു. 51ാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 52ാമത്തെ ചോദ്യം പിച്ചള എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ചെമ്പ്, സിങ്ക്. 53